നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളെ സമ്മാനിച്ചിരിക്കുന്നത് ഇപ്പോഴും ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ്. 33 എംപിമാരാണ്. കാരണം ബി.ജെ.പിക്ക് അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് 2014 2019 കണക്കുകൾ നോക്കുമ്പോൾ 71, 62 എന്നീ രീതിയിലാണ് അവിടുത്തെ അംഗബലം. അത് നേരെ 33 ചുരുങ്ങിയതിൽ അവർക്ക് വലിയ രീതിയിലുള്ള വിഷമമുണ്ട്. നമുക്കറിയാം, 2009 കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ആന്ധ്ര, യുണൈറ്റഡ് ആയിട്ടുള്ള ആന്ധ്രയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലോക്സഭാ എംപിമാരെ കോൺഗ്രസ്സിന് നൽകിയത്, 33 എംപിമാർ. അതിന് സമാനമായിട്ടുള്ള രീതിയാണ് ഈ വലിയൊരു സംസ്ഥാനത്ത് നിന്നും വെറും 33 മാത്രമായി. എന്നാൽ ബി.ജെ.പിക്ക് നാളുകളായി ഉള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയുന്നില്ല. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും പതിവിൽ കവിഞ്ഞ രീതിയിലുള്ള ആത്മവീര്യത്തോടെ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഗോവയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ജാർഖണ്ഡിൻ്റെ ഒരു പുനരാവിഷ്കരണം തന്നെയാണ് ഇപ്പോൾ യു.പിയിൽ നടക്കുന്നത്. കാരണം ബീഹാറിലേതുപോലെയുള്ള അനൈക്യക്കുറവും അല്ലെങ്കിൽ എംപിമാരുടെ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ MLA-മാർ സാമാന്യം അറിയപ്പെടുന്ന പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കം, ഇതൊന്നും യു.പിയിൽ ഇല്ല എന്നുള്ളതാണ്. അഖിലേഷിനെ കടത്തിവിട്ടുന്ന അല്ലെങ്കിൽ അഖിലേഷിനെ ധിക്കരിക്കുന്ന രീതിയിൽ പാർട്ടിയിൽ ആരുമില്ല. നേരത്തെ ശിവപാൽ യാദവ് അടക്കമുള്ളവർ അഖിലേഷിനെ എതിർക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പാർട്ടിക്ക് വശംവദരായി നിൽക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുന്നണിയുടെ സംവിധാനത്തിൽ ഒപ്പം കൂട്ടിയിരിക്കുന്നത്. 2027 കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യം യു.പി പിടിക്കുകയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നായിരിക്കും. കാരണം പ്രധാനമന്ത്രി അടക്കം, പ്രതിരോധ മന്ത്രി അടക്കം പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാർ അവരുടെ രക്ഷാകവചമായിട്ടുള്ള, അവരുടെ ഈറ്റില്ലമായിട്ടുള്ള യു.പിയിൽ, യോഗിയുടെ യു.പിയിൽ നാളത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബി.ജെ.പി വാനോളം വാഴ്ത്തുന്ന യു.പിയിൽ ഒരു തിരിച്ചടി ഉണ്ടായാൽ, ബീഹാറിൽ മുഖ്യമന്ത്രിയെ ചരിത്രത്തിൽ ആദ്യമായി കിട്ടി, ബംഗാളിൽ കിട്ടി എന്നൊക്കെ പറഞ്ഞ് കാടടച്ച് വെടിപൊട്ടിച്ചിട്ട് കാര്യമില്ല. സ്വന്തം ശക്തി ദുർഗം കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. അതായത് വരുൺ ഗാന്ധി അടക്കം, മേനക ഗാന്ധി അടക്കം ബി.ജെ.പിയുടെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കളെയും സമാജ്വാദി പാർട്ടി കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലവർ പരിപൂർണമായി വിജയിച്ചു വന്നാൽ 2027 ഫലം മറ്റൊന്നാകും. അട്ടിമറിയുടെ സാധ്യതകൾ അനന്തമായി തന്നെ നീളുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി സമാനതകളില്ലാത്ത മുന്നേറ്റം നടത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ്. 170ഓളം മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടിയും 30ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു. ശ്രമിച്ചാൽ 202 എന്ന മാജിക്കിലേക്ക് സമ്പൂർണമായ ഒരാധിപത്യത്തോടെ വോട്ട് ഷെയറിൻ്റെ വർധനവോടെ എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ് സഖ്യകക്ഷികൾ.